ഞാൻ കത്തോലിക്ക സഭയിലെ ഒരു അംഗമാണ്. ഒരു സ്വതന്ത്ര ചിന്തകനല്ല. കത്തോലിക്ക സഭയിലെ അംഗമാകുക, ഞാൻ സഭയിലെ അംഗമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് ചില പരിമിതികൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുകയാണ്. കാരണം കത്തോലിക്ക സഭ ആരംഭിച്ചിട്ട് 2000 വർഷമായി. ഈ 2000 വർഷത്തിനുള്ളിൽ അനേകം നന്മകളും അനേകം തിന്മകളും കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ സഭയിലെ അംഗമാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ അതിൻ്റെ നന്മയിൽ മാത്രമല്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, അതിൻ്റെ തിന്മയുടെ ഉത്തരവാദിത്തത്തിൽ ഒരു ഓഹരി എനിക്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അതിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും സ്വതന്ത്രനല്ല. അടുത്ത കാലത്ത് ഇത്തരം ആരോപണങ്ങളിൽ, പ്രത്യേകിച്ച് കേരള ക്രൈസ്തവർക്കെതിരെ, അതിൻ്റെ ഹൈറാർക്കിക്കെതിരെ, വൈദികർക്കെതിരെ, സന്യസ്തർക്കെതിരെ അനേകം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈദികർക്കെതിരെ, സിസ്റ്റേഴ്സിനെതിരെയുള്ള ആരോപണങ്ങളിൽ 2 പ്രധാന കേന്ദ്രങ്ങളിലാണ് ഈ ആരോപണങ്ങൾ മുഴുവൻ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. ഒന്ന്, വൈദികരെക്കുറിച്ചുള്ള, സന്യസ്തരെക്കുറിച്ചുള്ള ലൈംഗിക ആരോപണമാണ്. 2, അവരെക്കുറിച്ചുള്ള ധനപരമായ ഫ്രോഡിൻ്റെ ആരോപണമാണ്. അതാണ് പല വാർത്താമാധ്യമങ്ങളും ചർച്ചയാക്കിയതും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഒരു കത്തോലിക്കൻ എന്നുള്ള നിലയിൽ ഞാൻ എന്ത് ചെയ്യണം? കത്തോലിക്ക സഭയെ തള്ളിപ്പറയണോ? അങ്ങനെ ഒരു തള്ളിപ്പറച്ചിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സ് വരെ സഭയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയല്ല. 15ാമത്തെ വയസ്സ് തൊട്ട് ഈ 62ാമത്തെ വയസ്സ് വരെ 47 കൊല്ലക്കാലം അനേകം വൈദികരുമായി സഹവസിക്കുകയും അനേകം പേരോടുകൂടി ലോകത്തിലെ പല രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടെ പഠിക്കുകയും അവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ. അത് 100 കണക്കിന് വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇവരുടെ ഭാഗത്തു നിന്ന് ഒന്നും എനിക്ക് ഈ 47 വർഷത്തിനിടയിൽ ധനപരമോ ലൈംഗികപരമായ ഒരു അശുദ്ധ സ്വഭാവത്തിൻ്റെ ഒരു ലക്ഷണം പോലും എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതുകൊണ്ട് എല്ലാ വൈദികരും, എല്ലാ സിസ്റ്റേഴ്സും, സന്യസ്തരും ഒക്കെ നല്ലവരാണോ? അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ലതാനും. അതിൻ്റെ കാരണം, നമ്മൾ പൊതുസമൂഹത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഒരു സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് മാത്രം എടുക്കാം. കത്തോലിക്ക സഭയുടെ ഒരു 1950 സമ്പത്ത് പരിശോധിക്കുക, 2020 സമ്പത്ത് പരിശോധിക്കുക. അന്ന് വൈദികർക്ക് എത്ര സമ്പത്ത് അവരുടെ പൂർവികരായ വൈദികരും ആത്മായ സമൂഹവും ഏൽപ്പിച്ചിട്ടുണ്ടോ അതിനേക്കാൾ അനേകം മടങ്ങ് സമ്പത്താണ് ഇന്ന് അവർ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വൈദികരെല്ലാവരും കള്ളന്മാരായിരുന്നുവെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് സഭ വരികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏൽപ്പിച്ച പിതൃസ്വത്ത്, സാമ്പത്തികമായ പിതൃസ്വത്ത് വർദ്ധിപ്പിച്ച് അവർ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തു എന്നതാണ് ഞാൻ കാണുന്നത്. അന്ന് അതേസമയം തന്നെ നമ്മൾ പൊതുസമൂഹത്തെ നോക്കുക. രാഷ്ട്രസമ്പത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ സമ്പത്ത്, നമുക്കറിയാം 2.5 ലക്ഷം കോടി കടബാധ്യതയിലേക്ക് കേരള സമൂഹം നീങ്ങുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പൂർവികർ നമ്മളെ ഏൽപ്പിച്ച സമ്പത്ത് വർദ്ധിപ്പിച്ച് കൈമാറ്റം ചെയ്യാൻ ഈ സമൂഹത്തിന് പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ ഓരോ സർക്കാർ ഓഫീസിലേക്കും ഓരോ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും ജോലിക്കായിട്ടും മറ്റേതിനൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ കൊടുക്കുന്ന കൈക്കൂലിയുടെ അളവ്, ആരോപണങ്ങളുടെ അളവ്, ആ ഒരു അളവിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം മാത്രമാണോ വൈദികരിലും സന്യസ്തരിലും ആത്മായ നേതാക്കളിലും കാണുന്നത്? ആണോ? അതറിയണമെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്, 100 വ്യക്തികളെ പൊതുസമൂഹത്തിലെടുത്താൽ
20 പേര് കറപ്റ്റഡ് ആണെങ്കിൽ അതിനൊക്കെ ഇൻഡെക്സ് അവൈലബിൾ ആണ്. ആ 20-നേക്കാൾ കുറവ് 100 അച്ഛന്മാരെ എടുത്താൽ 5 അച്ഛന്മാർ കറപ്റ്റഡ് ആകുന്നത് അത് പൊതുസമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ലൈംഗിക ആരോപണത്തിൽ കൊച്ചുകുട്ടികൾ വരെ അതിന് താഴെയുള്ള കുട്ടികളെ ലൈംഗികതയ്ക്ക് ദുരുപയോഗിക്കുന്നവരുടെ എണ്ണത്തിൻ്റെ ശതമാനം ശ്രദ്ധിക്കുക. ഇന്ന് ഇൻ്റർനെറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ, വോഡാഫോൺ അങ്ങനത്തെ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ആ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയും ആ ഇൻ്റർനെറ്റിലൂടെ വളരെയധികം കാണുന്നത് പ്രോണോഗ്രാഫിയാണ്. അതിനെ നിരോധിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിനോ കേരള സർക്കാരിനോ ധൈര്യമുണ്ടോ? അപ്പം 100 പേരുടെ സമൂഹത്തിലെടുത്താൽ 30 പേര് ഇതിനടിമകളാണ്, അല്ലെങ്കിൽ 30 പേര് ഇത് ആസ്വദിക്കുന്നവരാണ്, 30 പേർക്ക് അയഞ്ഞ ലൈംഗിക ബന്ധമുണ്ടെങ്കിൽ ഒരു 10,000 അച്ഛന്മാരെ എടുത്താൽ 10 അച്ഛന്മാരിൽ അങ്ങനെ ഒരു സ്വഭാവം കാണുന്നതിനെ കത്തോലിക്ക സഭയുടെ കുറ്റമായിട്ട് ആരോപിക്കാൻ കഴിയുമോ, സന്യസ്തരുടെ കുറ്റമായിട്ട് ആരോപിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിലെടുക്കുക, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് വളരെ മോശം അഭിപ്രായങ്ങൾ നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ വരുന്നു. പക്ഷേ ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതിലെ നേതാക്കന്മാരെയും സ്നേഹിക്കുന്നു. കാരണം എന്താണ്? സമൂഹത്തിൻ്റെ വളർച്ചയുണ്ടാക്കാനായിട്ടുള്ള കസ്റ്റോഡിയൻസാണ് രാഷ്ട്രീയ നേതാക്കന്മാർ. അവരുടെ ദൗത്യം അവർ പൂർണ്ണമായും നിർവഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു പ്രശ്നം. രാഷ്ട്രീയ ഘടന ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അരാജകത്വം വളർത്തുക എന്നതാണ്. അതുകൊണ്ട് അവരിൽ തെറ്റുണ്ടെങ്കിലും ആ ഘടനയെ ഞാൻ സ്വീകരിക്കുന്നു. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു ആവറേജിനേക്കാൾ കൂടുതൽ പ്രശ്നം കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാർക്കും സന്യസ്തർക്കും ഉണ്ടെങ്കിൽ ആ ആരോപണത്തിൽ കഴമ്പുണ്ട്. പക്ഷേ അത്തരം ഒന്ന് കാണാത്തത് കൊണ്ടാണ് നന്മയിലും തിന്മയിലും ഞാൻ കത്തോലിക്ക സഭയെ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യം, അപ്പോൾ കത്തോലിക്ക സഭയുടെ പ്രതിസന്ധികളുടെ കാരണങ്ങൾ എന്തായിരിക്കാം? നമുക്കറിയാം, സഭയുടെ അകത്ത് തന്നെ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. വിശ്വാസി സമൂഹവും അതുപോലെ തന്നെ ഹൈറാർക്കിയും ആത്മീയതയിൽ നിന്ന് വളരെ അകന്നു പോകുന്നു എന്നൊരു ആരോപണം നമുക്ക് കാണാം. അപ്പോൾ അത്തരം ഒരു യഥാർത്ഥ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാതെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ സഭയെ സ്നേഹിക്കുന്നവർ തന്നെ ഉന്നയിക്കുന്നത് വൈദികരുടെ ചില പ്രശ്നങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ വൈദികരുടെ ഈ 2 പ്രശ്നങ്ങളെക്കാൾ കൂടുതൽ സഭ പൊതുവായി നേരിടുന്ന ചില ആത്മീയ പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സഭ ഇന്ന് നേരിടുന്ന വെല്ലുവിളി ഭൗതികമല്ല, ആത്മീയമാണ്. അപ്പോൾ എന്താണ് ആ ആത്മീയമായി സഭ നേരിടുന്ന വെല്ലുവിളി? അപ്പോൾ അൽമായർ മുഴുവനും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഈ വാർത്തകൾ കേട്ടതിന് ശേഷം വൈദികരുടെ ഒരു ലൈംഗിക ധനപര ഫ്രോഡിനെ കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, 100 കണക്കിന് വൈദികർ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അതിലേറെ വൈദികർ, 10,000-കണക്കിന് വൈദികരും സന്യസ്തരും ലോകത്തിലെ പല ഗ്രാമങ്ങളിലും വളരെ വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഭയ്ക്ക് കുറവുകളുണ്ടോ? സഭയുടെ കുറവ് എവിടെയാണ്? അപ്പോൾ സഭയുടെ കുറവ് ഭൗതികമല്ല, ആത്മീയമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം പരിശോധിക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ യേശുവും യേശുവിൻ്റെ അപ്പസ്തോലന്മാരും സഭ ഹൈറാർക്കിക്ക് എന്ന് പറഞ്ഞാൽ വൈദികരുടെ സമൂഹത്തിന് എന്ത് ദൗത്യമാണ് ഏൽപ്പിച്ചതെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ആ ദൗത്യം എന്ന് പറയുന്നത് എൻ്റെ പഠനത്തിൽ നിന്നും വായനയിൽ നിന്നും സഭാധികാരികളിൽ നിന്ന് തന്നെ കേട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സഭാധികാരികളുടെ, വൈദികരുടെ, സന്യസ്തരുടെ എന്താണ്? യേശു ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയും ശിഷ്യന്മാർ അനന്തര തലമുറയ്ക്ക് കൈമാറുകയും ചെയ്ത വിശ്വാസ പൈതൃകത്തെ, പാട്രിമണി, പൂർവികരുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഭൗതികമല്ല, ആത്മീയമായിട്ട് വിശ്വാസ പൈതൃകം ശിഷ്യന്മാർ യേശു ഏൽപ്പിച്ചു. ആ യേശുവിൻ്റെ ശിഷ്യന്മാർ അനന്തര തലമുറയ്ക്ക് ഏൽപ്പിച്ചു. ആ വിശ്വാസ പൈതൃകത്തെ വളർത്തി വലുതാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുക എന്നതാണ് ഹൈറാർക്കി എന്നുള്ള നിലയിൽ സഭ
നേതൃത്വത്തിൻ്റെയും വൈദികരുടെയും പ്രധാനപ്പെട്ട ചുമതല. അതിൽ വിജയിച്ചിട്ടുണ്ടോ പരാജയപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സഭയുടെ പ്രശ്നമായി കാണുന്നത് ഇത്തരത്തിലുള്ള ബാഹ്യ പ്രശ്നങ്ങളല്ല, ആന്തരിക പ്രശ്നമാണ്. അപ്പോൾ അതിൽ ഏത് മേഖലയിലൊക്കെയാണ് പരാജയപ്പെടുന്നത്? ഇപ്പോൾ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുതൽ സഭ വളരെയേറെ പറയുന്ന ഒരു വാക്കാണ് സിനഡാലിറ്റി. ഈ സിനഡാലിറ്റി എന്ന് പറയുന്ന വാക്ക്, സിനഡ്, ആ സിനഡ് എന്ന് വെച്ചാൽ കൂട്ടായി ചർച്ച ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക. ആ കൂട്ടായി ചർച്ച ചെയ്യുക എന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് കേൾക്കുക എന്നതാണ്. അതാണ് മുൻപൊരിക്കൽ ഫ്രത്തേലി തൂത്തിയെക്കുറിച്ചുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പറയുകയുണ്ടായി. മറ്റു മതങ്ങൾക്ക്, മറ്റു ജനവിഭാഗങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആമസോൺ സിനഡ് നടത്തിയിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രയോ ദൈവശാസ്ത്രജ്ഞന്മാരുടെ കയ്യിൽ നിന്ന് പരിഹാസ്യമായ വാക്കുകൾ കേൾക്കുകയാണ്. പച്ചാമാമയെ, ആമസോൺകാരുടെ ദൈവമാണ് പച്ചാമാമ. ആ പച്ചാമാമയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ പ്രതിഷ്ഠിക്കുക വഴിയായി ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ സാത്താൻ്റെ സന്തതിയാണ് മാർപ്പാപ്പ എന്ന് പറയുന്ന കത്തോലിക്കരുടെ എണ്ണം കൂടി വരികയാണ്. പക്ഷെ മാർപ്പാപ്പയുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ആമസോൺ ജനതയ്ക്ക് കേൾക്കാനുള്ളത് എന്താണ്? ആ ജനതയുടെ വിശ്വാസ പൈതൃകം എന്താണ്? ആദ്യം നമ്മൾ അവരെ കേൾക്കണ്ടേ? ആ കേട്ടിട്ട് അതിൽ നിന്ന് എൻ്റെ വിശ്വാസത്തെ വളർത്താൻ വല്ലതും സ്വീകരിക്കാൻ എനിക്കുണ്ടോ? അതിനെയാണ് പാസ്റ്ററൽ കൺവെർഷൻ, മാനസാന്തരം. അപ്പോൾ എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് എല്ലാം അറിയാം, എനിക്ക് സത്യമൊക്കെ അറിയാം, നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് വിചാരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് മാർപ്പാപ്പ ചെയ്തത് വളരെ വലിയ തെറ്റാണ്. എന്നാൽ മാർപ്പാപ്പ പറയേണ്ടത് എനിക്ക് ഇനിയും യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ട്, ആ കൂടുതൽ അറിഞ്ഞ് അടുത്ത തലമുറയ്ക്ക് കൂടുതൽ കൈമാറാനുണ്ട്. അപ്പോൾ സിനഡാലിറ്റി, സിനഡ് കൂടുക, പാസ്റ്റർ കൗൺസിൽ കൂടുക എന്നാൽ കേൾക്കുക മാത്രമല്ല, ആ കേൾവിയിൽ നിന്ന് കേൾക്കുന്നവന് ഒരു മാനസാന്തരത്തിൻ്റെ കൂടി ആവശ്യമുണ്ട്. എന്നിട്ട് അപ്പസ്തോലന്മാർ തന്ന വിശ്വാസത്തെ വളർത്തിയിട്ട് വേണം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ. ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ഇതിൽ ഒരു ഒറ്റ കാര്യം മാത്രം ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം, വൈദികർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബൈബിളൊക്കെ പലരും വ്യാഖ്യാനിക്കുന്നത് വാളെടുത്തവൻ വെളിച്ചപ്പാട് എന്നുള്ള പോലെ ഓരോരുത്തരും കൈവശം വെച്ച് വ്യാഖ്യാനിക്കുകയാണ്. അപ്പം ഞാൻ വൈദികരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബൈബിൾ വ്യാഖ്യാനിക്കാൻ കഴിയുക? അപ്പോൾ അടുത്ത ചോദ്യം, അവർ പറയുന്നത് പോലെ, സഭ പറയുന്നത് പോലെ കേൾക്കുക എന്നതിനപ്പുറത്തൊരു മറുപടിയില്ലേ? അപ്പോൾ ആത്മീയമായിട്ട് ആദ്യം തന്നെ നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് ബൈബിൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് സഭാ പാരമ്പര്യങ്ങളിൽ എല്ലാ വിശുദ്ധന്മാരും അത് പിന്തുടർന്നിട്ടുണ്ട്. നമ്മൾ കാറ്റഗിസം പഠിപ്പിക്കുകയാണെങ്കിൽ, നമ്മൾ വിശുദ്ധ കുർബാന ചെല്ലുകയാണെങ്കിൽ, നമ്മൾ കുമ്പസാരിക്കുകയാണെങ്കിൽ, ഏത് ആചാരത്തിൻ്റെയും ഏത് പ്രബോധനത്തിൻ്റെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്തായിരിക്കണം എന്ന് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണം. ആ സെറ്റ് ചെയ്താൽ മാത്രമേ ക്രിസ്തീയ ആത്മീയതയുടെ വളർച്ചക്കുറവ് കൊണ്ടാണ് ഇന്ന് സഭ നേരിടുന്ന പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവുക. ആ ഒരു ലക്ഷ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 24, 25, 26, 27 ആ വാചകങ്ങളിലൂടെ യേശു തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. യേശു ശിഷ്യന്മാരെ 3 കൊല്ലക്കാലം പഠിപ്പിച്ചു, പരിശീലിപ്പിച്ചു, ഒപ്പം ജീവിപ്പിച്ചു. എന്നിട്ട് യേശു അവരോട് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട്, നിങ്ങൾ പിതാവിലും വിശ്വസിക്കുന്നതുകൊണ്ട് ഇനി നിങ്ങൾ തന്നെ നേരിട്ട് പിതാവിനോട് സംസാരിച്ചു കൊള്ളുക.
അപ്പോൾ ഈ ഒരു വാചകമാണ് വിടവാങ്ങൽ പ്രസംഗത്തിലെ ഒരു സെൻട്രൽ മെസ്സേജ്. പക്ഷേ പല വിശ്വാസികളും അങ്ങനെ ഒരു വാചകം ബൈബിളിലുള്ളത് കണ്ടിട്ടില്ല. അപ്പോൾ ഈ വാചകം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം, മറ്റൊന്നുമില്ല. ഒരു വ്യക്തിയെ കാറ്റഗിസം പഠിപ്പിച്ചിട്ട് അല്ലെങ്കിൽ കുർബാന കണ്ടിട്ട് കുമ്പസാരിച്ചിട്ട് ആ വ്യക്തി എവിടെ എത്തിച്ചേരണം, മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേരേണ്ട, ആ വ്യക്തിയും ദൈവവുമായിട്ട് പേഴ്സണലായിട്ട് അപ്പ മകനെ എന്ന് വിളിക്കാനുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് യേശു ശിഷ്യന്മാരിൽ ചെയ്തത്. എന്നിട്ട് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അപ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശു നടക്കുമ്പോൾ നമ്മൾ പിന്നാലെ നടക്കുക എന്നതല്ല. യേശു എന്ത് ചെയ്തുവോ അത് അപ്പസ്തലന്മാർ ചെയ്യണം, അത് ശിഷ്യന്മാർ ചെയ്യണം, ഇത് വൈദികർ ചെയ്യണം. അതാണ് ഹൈറാർക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ എന്ത് ലക്ഷ്യമാണ് അവനോട് ചെയ്യാനുള്ളത്? അവനെ പറഞ്ഞ് പഠിപ്പിച്ച് മനസാന്തരപ്പെടുത്തി അവന് കൂദാശകളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ എല്ലാം ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് അവനും പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ഈ ബന്ധത്തിൽ എത്തിക്കാനായിട്ട് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടോ വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മെ തന്നെ ആത്മശോധനയ്ക്ക് കേൾവിക്ക് വിധേയരാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാർപ്പാപ്പ അതിലെഴുതുന്ന റൂസോയുടെ ഒരു വാചകമുണ്ട്. ആ റൂസോയുടെ വാചകം മാർപ്പാപ്പ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ലെങ്കിലും ആ വാചകം വായിക്കാനും അത് തൻ്റെ ചാക്രിക ലേഖനത്തിലും രേഖപ്പെടുത്താനും ധൈര്യം കാണിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ മനോവിശാലതയെയാണ് ഞാൻ കാണുന്നത്. എന്താണ് എഴുതിയിട്ടുള്ളത്? റൂസോ പറയാണ്, മാധ്യസ്ഥന്മാരുടെ ബാഹുല്യം കൊണ്ട് ഒരു വിശ്വാസിക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഒരു വളരെ വിമർശനാത്മകമായ വാചകമാണത്. അപ്പം നമ്മൾ പലപ്പോഴും ഒരു അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ പറയാണ്, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആ വൈദികൻ്റെ ഉള്ളിലെ ഒരു ലക്ഷ്യമുണ്ടോ എന്നതാണ് ചോദ്യം. എന്താണ് ലക്ഷ്യം? ഇവനെ യേശു ചെയ്തതുപോലെ, മോനെ ഇനി നീ പിതാവുമായി നേരിട്ട് സംസാരിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നില്ല എന്ന അവസ്ഥയിലേക്ക് തൻ്റെ അരികിൽ വരുന്ന ഒരുത്തനെ വളർത്താൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് വിഘാതമായ പലതും ക്രിസ്തീയ ആധ്യാത്മികതയിൽ ആത്മീയ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ബൈബിൾ വ്യാഖ്യാനിക്കണമെങ്കിൽ വർഷങ്ങളായിട്ട് ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. ആ സെമിനാരിയുടെ ഘടന തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം എങ്ങനെയാണ് ബൈബിളിനെ വിശദീകരിച്ചു കൊടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വൈദിക വിദ്യാർത്ഥിയെ വളർത്തുക. അതിന് കൃത്യമായിട്ട് സഭയ്ക്ക് ഒരു ദർശനമുണ്ട്. എന്താണ്? 3 കൊല്ലം ആത്മീയതയെക്കുറിച്ചാണ് പഠിപ്പിക്കുക, 3 കൊല്ലം തത്വശാസ്ത്രത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുക, 3 കൊല്ലം തിയോളജിയെക്കുറിച്ചാണ് പഠിപ്പിക്കുക, 1 കൊല്ലം എങ്ങനെ വൈദികനായിട്ട് പെരുമാറണം എന്നതിനെക്കുറിച്ചാണ് പഠിപ്പിക്കുക. അപ്പോൾ ഈ ഒരു ഘടന പരിശോധിച്ചാൽ കാണാം ഒരു വ്യക്തി എങ്ങനെയാണ് വളരേണ്ടത്. 1, അവന് പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട്, അതാണ് സ്പിരിച്വാലിറ്റി. 2, ആ വ്യക്തിപരമായ ബന്ധത്തിന് അനുസരിച്ച് ഒരു ക്രിസ്തീയ ജീവിതമുണ്ട്. 3, അവന് സത്യാന്വേഷണത്തിൻ്റെ ഒരു മുള പൊട്ടി ഒഴുകണം, അതാണ് തത്വശാസ്ത്രം. 4, അവൻ്റെ ആത്മീയതയും ക്രിസ്തീയ ജീവിതവും സത്യാന്വേഷണത്തിൻ്റെയും വെളിച്ചത്തിൽ ക്രിസ്തുവിനെയും ക്രിസ്തീയ ജീവിതത്തെയും വ്യാഖ്യാനിക്കണം, അതാണ് ദൈവശാസ്ത്രം. അപ്പോൾ ഇത് ഓരോ മനുഷ്യനും കടന്നു പോകേണ്ട ഒരു വഴിയാണ്. അവന് വ്യക്തമായിട്ട് ഞാനും യേശുവുമായിട്ടുള്ളൊരു ബന്ധം വേണം, അവന് വ്യക്തമായിട്ട് അതിനനുസരിച്ചുള്ള ഒരു ക്രിസ്തീയ ജീവിതം വേണം, അവന് സത്യാന്വേഷണം വേണം. ഈ 3 കാര്യത്തിൻ്റെയും വെളിച്ചത്തിൽ അവൻ യേശു ക്രിസ്തുവിനെ സ്വയം വ്യാഖ്യാനിക്കണം. അങ്ങനെ വ്യാഖ്യാനിച്ച് കിട്ടുന്ന ദൈവശാസ്ത്രപരമായ അറിവ്, ഈ 4ഉം കൂടിയിട്ട് വേണം യഥാർത്ഥത്തിൽ ബൈബിളിലെ ഒരു വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ.
പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത് ബൈബിളിലെ പല വാചകങ്ങളും അർത്ഥം കൊണ്ട് 10 കണക്കിന് അർത്ഥം കൊണ്ട് ലോഡഡാണ്. അതിന് നമുക്ക് തന്നെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റാത്തത് അടിസ്ഥാനപരമായ ഒരു സ്പിരിച്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ? ക്രിസ്തീയ സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ, ഞാൻ എൻ്റെ മക്കളെ വളർത്തുമ്പോൾ എൻ്റെ ടാർജറ്റിൽ, ആത്മീയമായ ടാർജറ്റിൽ പിതാവായ ദൈവവും അവനുമായിട്ട് ഉള്ള ഒരു ബന്ധം സ്ഥാപിച്ച്, എടാ മോനെ മകളെ, ഇനി നീ ദൈവവുമായിട്ട് നേരിട്ട് സംസാരിക്കുക എന്ന അവസ്ഥയിൽ എത്തിക്കുക എന്ന ടാർജറ്റ് എനിക്കുണ്ടായിരുന്നോ? ഞാൻ എന്നെ തന്നെ വിലയിരുത്തുമ്പോൾ ഞാൻ പരാജയമാണ്. അപ്പോൾ ആ പരാജയം എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ അന്വേഷിച്ചത്. അത് ക്രിസ്തീയ ആരാധനാ രീതികളുടെ തന്നെ ഒരു പരാജയമാണ്. എന്നെ ഹിന്ദു മതം എന്ത് പഠിപ്പിച്ചു? എന്നെ മുസ്ലിം മതം എന്ത് പഠിപ്പിച്ചു? അവരെ നോക്കി ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. രാമായണം എന്നെ പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം തന്നെ ദൈവത്തിൻ്റെ ഛായ മനുഷ്യൻ്റെ ഛായയാണെന്ന് ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യം കാണിച്ചു തന്നത് രാമനായിരിക്കും. മറ്റു പല സംസ്കാരങ്ങളിലും പോത്തിൻ്റെ തലയൊക്കെയാണ് ദൈവമായിട്ട് കണക്കാക്കിയിരുന്നത്. മാത്രമല്ല, രാമൻ്റെ രാമായണത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം തന്നെ കാണിക്കുന്നത്, രാമൻ സ്വയം ധ്യാനിച്ചോ അതിൻ്റെ രീതി എനിക്കറിയില്ല, രാമനും ജീവാത്മാവും പരമാത്മാവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിന് വേണ്ടി മുറിയുടെ അകത്ത് അടച്ചിട്ടിരിക്കുന്ന ഒരു ജീവിതമാണ് രാമൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം. അത്തരം ഒരു കാര്യത്തെക്കുറിച്ചിട്ട് യേശു ക്രിസ്തു സുവിശേഷത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയുടെ അകത്ത് അടച്ചിട്ടിരുന്ന് സ്വകാര്യമായി നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുക. അതിലേക്ക് എന്തുകൊണ്ട് നമ്മൾ വളർത്തുന്നില്ല? അതിന് ക്രിസ്തീയ ലിറ്റർജി എന്ന് പറയുന്നതിന് ഒരു നിർവചനാത്മകമായി തന്നെ ഒരു പ്രതിസന്ധി കിടപ്പുണ്ട്. ക്രിസ്ത്യാനികളുടെ ആരാധനാ രീതികൾ മുഴുവനും സാമൂഹികമാണ്. കുടുംബ പ്രാർത്ഥന, കുടുംബ കൂട്ടായ്മയിലെ പ്രാർത്ഥന, പള്ളിയിലെ പ്രാർത്ഥന, ഇതെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവാണ്. ഞാനും പിതാവുമായിട്ടുള്ളൊരു ബന്ധം. അപ്പോൾ ലിറ്റർജിയെ നിർവചിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായ ലിറ്റർജി എന്ന് പറഞ്ഞിട്ടൊരു ലിറ്റർജി നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിനിടയിൽ സഭ ഔദ്യോഗികമായി സൃഷ്ടിച്ചിട്ടില്ല. വ്യക്തിപരമായി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട പുസ്തകം, കുടുംബ പ്രാർത്ഥനാ പുസ്തകമുണ്ട്. ഇനി ആ കുടുംബ പ്രാർത്ഥനാ പുസ്തകം തന്നെ അത് സഭയുടെ ഔദ്യോഗികമായ ഒരു കുടുംബ പ്രാർത്ഥനാ പുസ്തകം കേരള സഭയിൽ നിന്നോ ആഗോള സഭയിൽ നിന്നോ കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ കാറ്റഗീസം ടെക്സ്റ്റ് ഉണ്ട്. ത്രിദന്തയിൻ കാറ്റഗീസം തൊട്ട് കാറ്റഗീസം ടെക്സ്റ്റുകളുണ്ട്. സെൻറ് തോമസ് അക്വീനാസിൻ്റെ കാറ്റഗീസം ടെക്സ്റ്റ് ഉണ്ട്. ഇതിനെയാണ് പല ലൂഥറന്മാരും ശക്തിയുക്തം എതിർത്തത്. അപ്പോൾ ലൂഥറിനെ സംസാരിക്കാനുള്ളത്, ഹിന്ദുക്കൾക്ക് സംസാരിക്കാനുള്ളത്, മുസ്ലിമുകൾക്ക് സംസാരിക്കാനുള്ളത്, മറ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾക്ക് സംസാരിക്കാനുള്ളത് കേട്ടിട്ട് നമുക്ക് മാനസാന്തരപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? പാസ്റ്ററൽ കൺവെർഷൻ. അപ്പോൾ സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി വിളിച്ചു കൂട്ടുക, അവർക്ക് പറയാനുള്ളതൊക്കെ പറയുക, ചായ കൊടുക്കുക, പിരിച്ചു വിടുക, നമ്മൾ പഴയ പോലെ തുടരുക എന്നതല്ല സിനഡാലിറ്റിയുടെ അർത്ഥം. അപ്പോൾ എന്താണ് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾക്ക് പറയാനുണ്ടായിരുന്നത്? അതിലെ ഒരു കാര്യം, ഈ ആത്മീയതയെ സംബന്ധിച്ച കാര്യം മാർപ്പാപ്പന്മാരെ സ്വാധീനിച്ചിട്ടുണ്ടോ? ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വ്യക്തിപരമായ ആധ്യാത്മികതയിൽ ക്രൈസ്തവർക്ക് പറ്റിയുള്ള അബദ്ധത്തെക്കുറിച്ച് വ്യക്തമായി എഴുതിയത് ലൂഥറനായ റുഡോൾഫ് ബൾട്ട്മാൻ. ഈ റുഡോൾഫ് ബൾട്ട്മാൻ്റെ ഒരു വാചകം ഞാൻ ആവർത്തിക്കാം. ആ വാചകം ഇതാണ്: ഒരുവൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് കരുതുക. ആ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, ബൾട്ട്മാൻ്റെ ഉദാഹരണമാണ് കേട്ടോ, വിവാഹം കഴിക്കാൻ പോകുമ്പോൾ അദ്ദേഹം
ഒരു ഡിക്റ്ററ്റീവിനെ വിട്ട് ആ പെണ്ണിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കും. അപ്പം നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ എൻ്റെ മകനോ മകൾക്കോ വിവാഹം ആലോചിക്കുകയാണെങ്കിൽ ആ ചുറ്റുവട്ടത്തുള്ള പരിചയത്തിലുള്ള ആളുകളെയൊക്കെ വിളിച്ച് ചോദിക്കും, അവർ വീട്ടുകാരെങ്ങനെയുണ്ട് എന്നൊക്കെ വിളിച്ച് ചോദിക്കും. അതുപോലെ ബൾട്ട്മാൻ പറയാണ്, ഡിക്റ്ററ്റീവിനെ വിട്ട് നമ്മൾ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ പലതും അന്വേഷിച്ചറിഞ്ഞു. എന്നിട്ട് ബൾട്ട്മാൻ തന്നെ പറയാണ്, കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഡിക്റ്ററ്റീവ് പറഞ്ഞതും കല്യാണം കഴിച്ചതിന് ശേഷവുമുള്ള ജീവിതവുമായിട്ട് വളരെ 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 വ്യത്യാസമുണ്ടെന്ന്. അതുപോലെ യേശുക്രിസ്തുവിനെ കുറിച്ച് പലരും പറഞ്ഞ അറിവ് നമുക്കുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ കല്യാണം കഴിച്ച അറിവ് നമുക്കുണ്ടോ? ഇവിടെയാണ് ഞാൻ ഹിന്ദുക്കളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് ഞാൻ തൃശ്ശൂർ പട്ടണത്തിൻ്റെ നടുവിൽ ശിവൻ്റെ അമ്പലത്തിൻ്റെ അരികിൽ ജീവിക്കുന്ന ആളാണ്. ശിവരാത്രി ദിവസം സ്ത്രീകൾ ആ രാത്രി അമ്പലത്തിൽ പോയി താമസിക്കും. മറ്റുള്ളവർ അതിനെക്കുറിച്ചൊക്കെ വളരെ മോശമായ അഭിപ്രായങ്ങളാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പ്രായം ചെന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലായത്. ഹിന്ദു സ്ത്രീകൾ 2 പൊട്ട് തൊടും. ഒരു പൊട്ട് തൊടുന്നത് നെറ്റിയുടെ ഇവിടെയാണ്, മറ്റൊരു പൊട്ട് തൊടുന്നത് ഇവിടെയാണ്. ഈ പൊട്ടിൻ്റെ അർത്ഥം എന്താണ്? അവർ ശിവനെ വിവാഹം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ശിവൻ എന്ന് പറയുന്നത് അവരുടെ ദൈവത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ അവരെന്നെ പഠിപ്പിച്ച, തൃശ്ശൂരുള്ള എൻ്റെ ഹിന്ദു സുഹൃത്തുക്കൾ എന്നെ പഠിപ്പിച്ച പ്രധാനപ്പെട്ട പാഠം, അവരും പൊട്ടു തൊടുന്നു, ഭാര്യയും പൊട്ടു തൊടുന്നു. ആ പൊട്ടിൽ നെറ്റിയിൽ തൊടുന്ന പൊട്ട് അവർ ശിവനുമായിട്ടുള്ള ഭക്തിയാണ്, വിവാഹബന്ധമാണ്. അപ്പോൾ അത് പഴയ നിയമത്തിൽ മാത്രമൊന്നുമല്ല പറയണേ. എന്നിട്ടൊരു സ്ത്രീയെ, ഒരു പുരുഷനെ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീ ഈ നെറ്റിത്തടത്തിലെ പൊട്ടുകൂടാതെ നിറകയിൽ ഒരു കുങ്കുമം ധരിക്കും. അത് ഭർത്താവുമായുള്ള ബന്ധമാണ്. ആ ഭർത്താവ് മരിക്കുമ്പോൾ ഈ പൊട്ട് മായ്ക്കില്ല, ഈ പൊട്ട് മായ്ച്ച് കളയും. അപ്പോൾ ഹിന്ദു ആത്മീയ ജീവിതത്തിൽ നിന്ന് നമുക്ക് ബാഹ്യമായി കണ്ടാൽ പലതും അവരെക്കുറിച്ച് കുറ്റപ്പെടുത്താൻ കഴിയും. ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഇതാണ്. റുഡോൾഫ് ബൾട്ട്മാൻ എന്ന ജർമ്മൻ ലൂതറൻ ദൈവശാസ്ത്രജ്ഞൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ക്രിസ്ത്യാനികളോട് വിളിച്ചു പറഞ്ഞത്, അതുകൊണ്ട് ഓരോ മനുഷ്യനും വ്യക്തിപരമായി ദൈവത്തെ വിവാഹം ചെയ്യണം. ആ വിവാഹമാണ് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്: സിസ്റ്റേഴ്സിൻ്റെ മണവാളനാണ് ക്രിസ്തു, നിങ്ങൾക്ക് മണവാളൻ വീട്ടിലുണ്ട്. അത് ക്രൈസ്തവമല്ല, അത് ഓരോരുത്തർ തോന്നുന്നത് പറയുന്നത്. അത് പാട്രിമണിയല്ല. ക്രിസ്തുവിനെ മണവാളനായി സ്വീകരിക്കുക എന്നത് വിജാതീയനും സ്വജാതീയനും എല്ലാവർക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അവിടെയുള്ള എന്നിട്ട് ബൾട്ട്മാൻ തുടർന്ന് പറയാണ്, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ബന്ധം സൃഷ്ടിക്കാൻ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ട കാര്യം എന്താണ്? ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, കെരിഗ്മ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കെരിഗ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ആ കെരിഗ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. കത്തോലിക്ക സഭ കാറ്റഗിസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ കാറ്റഗിസം എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രമാണ്, അത് വളരെ ഡ്രൈ ആണ്. ഇന്ന് നമുക്കറിയുന്ന വൈദികർ, നമ്മൾ ക്രിസ്ത്യാനികൾ ശരിക്കും പഠിച്ചു നോക്കുകയാണെങ്കിൽ അറിയാം, മതബോധന വിദ്യാർത്ഥികൾ ആന്തരികമായി അവരും അവരുടെ മാതാപിതാക്കളും മതബോധനത്തിൻ്റെ സിസ്റ്റത്തിനെ ആന്തരികമായി വെറുക്കുകയാണ്. അത് ബാഹ്യമായിട്ട് അവർ വരുന്നത് നോക്കിയിട്ട് കാര്യമില്ല. അവർ വീടുകളിൽ പറയുന്ന അഭിപ്രായം എന്താണ്, അതിനെക്കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം? അതിന് പല കാരണങ്ങളുണ്ട്, അത് വേറൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ബൾട്ട്മാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി ദൈവമായിട്ടുള്ള ബന്ധം, സ്പിരിച്വാലിറ്റി, ആ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ആദ്യം വളർത്തേണ്ടത്. അദ്ദേഹം പറയണത് ഹിസ്റ്ററിക്കൽ ക്രൈസ്റ്റിനെ അല്ല നമ്മൾ അവതരിപ്പിക്കേണ്ടത്,
ഒരു സ്പിരിച്വൽ സെൻസാണ്. ഹിസ്റ്ററിക്കലി നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം ആരാണ് യേശു ക്രിസ്തുവിനെ വധിച്ചത്. നമ്മളിവിടെ പറയും യഹൂദന്മാർ, റോമക്കാർ, ഇവരെല്ലാമാണ് വധിച്ചത്. അതൊരു ഹിസ്റ്റോറിക്കൽ ക്രൈസ്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സഭയിലെ ഒരു വിഭാഗത്തിൻ്റെ വളരെ വലിയ ശ്രമമുണ്ട്. നമ്മളതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഹിസ്റ്ററിക്കൽ ക്രൈസ്റ്റിന് അമിത പ്രാധാന്യം കൊടുത്താൽ യേശു ക്രിസ്തു സൃഷ്ടിക്ക് മുമ്പുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ലേ. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് യേശു ക്രിസ്തു ഉണ്ടെന്നും ആ യേശു ക്രിസ്തുവിൻ്റെ ഛായയിലാണ് ആദാമിനെ സൃഷ്ടിച്ചതെന്നുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ചരിത്രത്തിലെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് ജനിച്ച, പീഡകൾ സഹിച്ച യേശു ക്രിസ്തുവാണ്. അഗസ്റ്റസ് സീസറിൻ്റെ കാലത്ത് ജനിച്ച യേശു ക്രിസ്തുവാണ്. ഔസേപ്പിൻ്റെയും മേരിയുടെയും മകനായി അറിയപ്പെട്ട യേശു ക്രിസ്തുവാണ്. ദാവീദിൻ്റെ പുത്രനാണെന്ന് നാട്ടുകാരാൽ പറഞ്ഞ യേശു ക്രിസ്തുവാണ്. അതിനെ യേശു തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ദാവീദ് തന്നെ പറയുന്നുണ്ടല്ലോ ദാവീദിന് മുൻപ് കർത്താവുണ്ടെന്ന്. അപ്പം ഞാൻ ദാവീദിന് മുൻപുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് യേശു ദാവീദിൻ്റെ പുത്രനാവുക? അപ്പോൾ ബൾട്ട്മാൻ്റെ പ്രധാന വാദം ഇത് സഭകൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഈ ഉപേക്ഷ കത്തോലിക്ക സഭ കേട്ടു, ഇങ്ങനൊരു കെരിഗ്മ വേണം. അപ്പോൾ കെരിഗ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാനിപ്പോൾ പറയുന്നില്ല. കെരിഗ്മ എന്ന ഗ്രീക്ക് വാക്കിന് ഒറ്റ അർത്ഥമുള്ള പ്രഘോഷണം, പ്രൊക്ലമേഷൻ, പ്രഘോഷണം. പക്ഷേ ആ കെരിഗ്മ എന്ന വാക്കിന് പൂർണ്ണമായിട്ടുള്ള അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ബൾട്ട്മാൻ പറഞ്ഞതെന്ന് വാക്കിനെ പിന്തുടർന്ന് പോയി അർത്ഥം കിട്ടുമില്ല താനും. അപ്പം എന്താണ് കെരിഗ്മ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? അതറിയണമെങ്കിൽ മതബോധന പ്രബോധനം എന്ന പേരിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് എങ്ങനെയായിരിക്കണം മതബോധനം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, അപ്പസ്തോലിക ലേഖനം. ആ ലേഖനത്തിൻ്റെ പേര് ഇതാണ്, കാറ്റഗിസം ത്രിദേന്തി. ത്രിദന്തൈൻ കാറ്റഗിസത്തിൻ്റെ തുടർച്ചയാണത്. ആ ഗ്രന്ഥത്തിൽ ഈ ബൾട്ട്മാൻ്റെ വാദത്തിന് ആദ്യം ഒന്ന് നിഷേധിച്ചിട്ട് കാറ്റഗിസം പഠിപ്പിക്കേണ്ടത് ആവശ്യകതയാണെന്ന് സ്ഥാപിക്കാനാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഡിഫൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞങ്ങൾ പറയുന്നതും എന്താണ് ശരിയാണ്. അപ്പോൾ ബൾട്ട്മാൻ്റെ അല്ലെങ്കിൽ ലൂതറൻസിൻ്റെ അഭിപ്രായത്തിന് എതിരെ ഒരു അഭിപ്രായം ഇത് ചെയ്തു. എന്നിട്ട് രണ്ടിനെയും കൂടി സമന്വയിപ്പിക്കാൻ കെരിഗ്മയും വേണം കാറ്റഗിസവും വേണം എന്നതിനെ സമന്വയിപ്പിക്കാൻ ഒരു പരിശ്രമമാണ് ആ ബുക്കിൽ നടത്തുന്നത്. പിന്നീട് എന്താണ് കെരിഗ്മ എന്നതിൻ്റെ അർത്ഥം ജോൺ പോൾ രണ്ടാമൻ തന്നെ വിവരിക്കുന്നത്. ക്രിസ്തീയ ആധ്യാത്മികതയുടെ കേന്ദ്രം എന്തായിരിക്കണമെന്ന് ജോൺ പോൾ രണ്ടാമൻ വിശദീകരിക്കുന്നത് കർത്താവും ജീവദാതാവും എന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള തൻ്റെ ചാക്രിക ലേഖനത്തിലാണ്. ഈ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ലേഖനം പരിശോധിച്ചാൽ, അപ്പസ്തോലിക ലേഖനം പരിശോധിച്ചാൽ, ആ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ മാർപ്പാപ്പ ഈ വാക്ക് ആവർത്തിക്കുകയാണ്. കെരിഗ്മ നിങ്ങൾ ചിന്തിക്കണം, കെരിഗ്മ നിങ്ങൾ ധ്യാനിക്കണം, കെരിഗ്മ നിങ്ങൾ പഠിപ്പിക്കണം, കെരിഗ്മ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ ആയിരക്കണക്കിന് ആളുകളോട് ചോദിച്ചു എന്താണ് ഈ കെരിഗ്മ? ആർക്കും ഉത്തരം പറഞ്ഞു തരാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ കെരിഗ്മ ധ്യാനിക്കുക? അവസാനം ആവർത്തിച്ചുള്ള വായനയിലാണ് ഈ കെരിഗ്മയുടെ കൃത്യമർത്ഥം എന്താണെന്ന് ജോൺ പോൾ രണ്ടാമൻ്റെ കർത്താവും ജീവദാതാവും എന്ന ആ ലേഖനത്തിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ ആ കെരിഗ്മ എന്ന വാക്കിനെ കുറച്ച് മാറ്റിയിട്ടാണ് മാർപ്പാപ്പ എഴുതുന്നത്. അതിലെഴുതുന്നത് അപ്പസ്റ്റോലിക് കെരിഗ്മ എന്നാണ്. കെരിഗ്മ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രഘോഷണം. അപ്പോൾ അപ്പസ്തോലിക് കെരിഗ്മ എന്ന് പറഞ്ഞാലോ അപ്പസ്തോലന്മാരുടെ പ്രഘോഷണം. അപ്പോൾ എവിടെയാണ് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചിട്ടുള്ളത്? എന്താണ് അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചിട്ടുള്ളത്? അത് കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യാത്തവൻ ക്രിസ്ത്യാനി അല്ല എന്നാണ്
ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി നമുക്ക് എന്താണ് അപ്പസ്തോലന്മാരുടെ പ്രഘോഷണം എന്ന് നോക്കാം. അപ്പോൾ അതിനെ ആ കെരിഗ്മ എന്ന വാക്കിനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തു, അപ്പസ്തോലന്മാരുടെ പ്രഘോഷണം എന്നാക്കി. ഇനി അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ അതിലൊരു വാക്കുകൂടി ആഡ് ചെയ്യണം. എന്താണ്? അപ്പസ്തോലന്മാരുടെ ആദ്യ പ്രഘോഷണം. അപ്പം എന്താണ് അപ്പസ്തോലന്മാരുടെ ഫസ്റ്റ് പ്രൊക്ലമേഷൻ? എന്താണ്? അത് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാതെ കത്തോലിക്ക സഭയ്ക്കോ ക്രിസ്ത്യാനികൾക്കോ അവർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇത് സത്യമല്ല, ഇത് അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായമാണ്, സത്യം അല്ല ഞാൻ പറയുന്നത്. എനിക്ക് സത്യം പറയാനുള്ള കഴിവില്ല. ആ അഭിപ്രായം ഒരു പക്ഷേ സത്യമായേക്കാം. അത് സഭയുടെ പാട്രിമണിയോട് ചേർന്ന് പോകുന്നതാണെങ്കിൽ അത് സത്യം എന്ന് പറയണം. അപ്പോൾ എന്താണ് അപ്പസ്തോലന്മാരുടെ ആദ്യ പ്രഘോഷണം? അതിന് അപ്പസ്തോല നടപടികൾ, ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അതല്ല, അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തികൾ അഥവാ പ്രവർത്തികൾ, അതിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ പ്രാക്സിസ് എന്നാണ്. ആ നടപടികൾ എന്ന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അപ്പസ്തോലന്മാർ, ആ ശിഷ്യന്മാരിലും മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അന്ന് 120 പേരോളം ഉണ്ടായിരുന്നു. മാതാവ് ഉണ്ടായിരുന്നു. അപ്പസ്തോലന്മാരെ കൂടാതെയുള്ളവരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. ആ ഭവനം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം കെട്ടിടം മുഴുവൻ നിറഞ്ഞു എന്നല്ല, അവിടെ കൂടെ ഇരിക്കുന്നവരിൽ നിറഞ്ഞു എന്നാണ്. ദ ഫുൾ ഹൗസ് ഓഫ് പാർലമെൻറ്റ് സപ്പോർട്ടഡ് ദ ബിൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പാർലമെൻറ്റ് കെട്ടിടം സപ്പോർട്ട് ചെയ്തു എന്നല്ല, ആ പാർലമെൻറ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ പെന്തക്കൊസ്താ തിരുനാൾ ദിവസം ഫുൾ ഹൗസിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന 120 പേരിലും മാതാവിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അവർ വിശുദ്ധ പത്രോസ് മറ്റ് 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളെ നോക്കി അവർ പറഞ്ഞ ഒരു പ്രത്യേക വാചകം ഇതാണ്: നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശു ക്രിസ്തുവിനെ. അപ്പം ഞാൻ ഈ വാചകം ഇവിടെ ഇരുന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കേൾക്കുന്നവരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന നിങ്ങൾ എന്ന വാക്കിനകത്ത് ഉൾപ്പെടുമോ? ഇതാണ് ചോദ്യം. വളരെ ഗൗരവമുള്ള ഇത് ശ്രവിക്കുന്നത് കർദിനാൾമാരാണെങ്കിൽ, ഇത് ശ്രവിക്കുന്നത് മെത്രാനാണെങ്കിൽ, ഇത് ശ്രവിക്കുന്നത് സിസ്റ്റർമാരാണെങ്കിൽ, ഇത് ശ്രവിക്കുന്നത് സാധാരണ ജനങ്ങളാണെങ്കിൽ, പാർത്തിയക്കാരോ മേദിയക്കാരോ സെൻഹെദ്രിൻ സംഘത്തിലെ അംഗങ്ങളോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ വാചകമാണ് 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായം, 7-ാം അധ്യായം ഈ വാചകം റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ ആദ്യ പ്രഘോഷണത്തിൻ്റെ കേന്ദ്രം എന്താണ്? ഇതാണ് ചോദ്യം. അത് കേട്ടവരൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹൃദയത്തെ അടിച്ചുകൊണ്ട് ചോദിച്ചു, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ഏൽക്കുക. അപ്പം ഈ ഒരു പറച്ചിൽ ഏറ്റവും അധികം സ്വാധീനിച്ചത് വിശുദ്ധ പൗലോസിനെയാണ്. പൗലോസ് തിരിച്ചറിഞ്ഞു, എന്ത്? ഞാനാണ് യേശു ക്രിസ്തുവിനെ വധിച്ചത്.
അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദി ആരാണ്? സോഷ്യൽ മീഡിയയിൽ ഞാൻ 2 വൈദികരുടെ യേശുവിൻ്റെ മരണത്തിന് ഉത്തരവാദി ആരാണ് എന്നുള്ള പ്രഘോഷണം കേട്ടു. ഒരു വൈദികൻ ഞാൻ ഏറെ സ്നേഹിക്കുകയും എന്നെ ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന വൈദികനാണ് പനച്ചിക്കലച്ചൻ. മറ്റൊരു വൈദികനെ ഞാൻ വ്യക്തിപരമായിട്ട് അറിയില്ല, പക്ഷേ അച്ഛൻ്റെ പ്രസംഗങ്ങൾ ഡാനിയൽ അച്ഛൻ ഞാൻ കേൾക്കുകയും എൻ്റെ ആത്മീയ ജീവിതത്തിന് ആവശ്യമായതൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്ന അച്ഛനാണ്. അപ്പോൾ ഇവർ 2 പേരും പറയുന്നില്ല യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഉത്തരവാദിയാണ് എന്ന് പറയാനുള്ള ധൈര്യമില്ല. അത് അതിൻ്റെ ചരിത്രപരമായ വശമല്ല, അതിൻ്റെ ആത്മീയമായ വശമാണ്. ഈ വശമാണ് പൗലോസ്ലീഹ തിരിച്ചറിഞ്ഞത്. പൗലോസ്ലീഹയോട് യേശു പറയാണ്, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. അപ്പോൾ പൗലോസ്ലീഹ യേശു ക്രിസ്തുവിനെ വല്ലതും ചെയ്തിട്ടുണ്ട്? ഇതാണ് ചോദ്യം. ഒന്നും ചെയ്തിട്ടില്ല. പൗലോസേ, നീ ഇരുമ്പാണിമേൽ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും അടിച്ച് കയറ്റുന്നു? അതായത് ബാക്കിയുള്ളവരടിച്ച ആണി വീണ്ടും പൗലോസ് അടിച്ച് കയറ്റുക. അപ്പോൾ പൗലോസിനെ ഈ സുവിശേഷ പ്രഘോഷണത്തിൽ നിന്ന് മനസ്സിലായി, ഞാനും യേശുവിനെ കാണാത്ത ഞാനും യേശുവിൻ്റെ കുരിശുമരണത്തിൽ ഉത്തരവാദിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ജോൺ പോൾ 2 മാർപ്പാപ്പ എന്താണ് അപ്പസ്തോലിക് കെരിഗ്മ, എന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് മാർപ്പാപ്പ കർത്താവും ജീവിതദാതാവും 28, 29, 30, 31, 32 അത് വായിച്ചു നോക്കണം. അതിന് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: അവർ വിശ്വസിക്കായകയാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ അവർ വിശ്വസിക്കായകയാൽ പാപത്തെക്കുറിച്ചും, എന്നിട്ട് മാർപ്പാപ്പ പറയാൻ ഒരേ ഒരു പാപമേ ഉള്ളൂ. അതെന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. അപ്പം ഈ പാപം ആരാണ് തുടങ്ങിയത്? ഈ പാപം ആദ്യം തുടങ്ങിയത് ആദാമാണ്. അതായത് യേശുവിൻ്റെ മാതൃകയിലാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്, എനിക്ക് ആബ്സല്യൂട്ട് സ്വാതന്ത്ര്യമില്ല. ആ യേശുവിൻ്റെ വഴിയിലൂടെയാണ്, ഒരു മനുഷ്യത്വമുണ്ട്, ദൈവത്തിൻ്റെ ഛായ എനിക്കുണ്ട്, ആ ഛായയുടെ കീഴെയാണ് ഞാൻ അതനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അവ ദൈവത്തിൻ്റെ തന്നെ ഏകജാതനായ യേശു ക്രിസ്തുവിൻ്റെ പ്രോട്ടോടൈപ്പ്. അങ്ങനെയാണ് ആദാമിനെ സൃഷ്ടിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കളിക്കാരന് എങ്ങനെ വേണമെങ്കിൽ കളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവന് ബൗണ്ടറിയുടെ അപ്പുറത്ത് നിന്ന് ഗോളടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവന് ഗോൾ പോസ്റ്റിൽ പോയി നിന്നിട്ട് ഗോളടിച്ചാൽ ഓഫ് വിളിക്കും. നമുക്ക് ഇഷ്ടം പോലെ വാഹനം ഓടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അപ്പം മനുഷ്യൻ ചില നിയമങ്ങൾക്ക് വിധേയനാകണം. ആ നിയമത്തിൻ്റെ പൂർണ്ണ സ്രോതസ്സ് യേശു ക്രിസ്തുവാണ്. അവൻ്റെ മാതൃകയിലാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. അത് വിശ്വസിക്കുന്നില്ല. ആ വിശ്വസിക്കായകയാണ് യേശു ക്രിസ്തുവിൻ്റെ മരണം. എന്ന് പറഞ്ഞാൽ നമ്മിലുള്ള ക്രിസ്തുവിനെ കൊല്ലുന്നു, പ്രകൃതിയിലുള്ള ക്രിസ്തുവിനെ കൊല്ലുന്നു, ദൈവത്തിലുള്ള ക്രിസ്തുവിനെ കൊല്ലുന്നു. അപ്പോൾ ചരിത്രപരമായിട്ട് നമ്മൾ പഠിച്ചു നോക്കണം. അതായത് ഹമ്മുറാബിയുടെ നിയമങ്ങൾ തന്നെയാണ് മോസസിൻ്റെ നിയമവും. എൻ്റെ ഒരു സുഹൃത്ത് വൈദികനായിരുന്നു. അദ്ദേഹം യൂറോപ്പിൽ പോയി പഠിച്ചു. ആ പഠിച്ചതിന് ശേഷം അവിടെ വെച്ച് അദ്ദേഹം വിശ്വാസം ഉപേക്ഷിച്ചു. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ ഫ്രാൻസിസ് സാറെ, മോശ ഉണ്ടാക്കിയ നിയമങ്ങൾ 500 കൊല്ലം മുൻപ് ഹമ്മുറാബി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മോശ പകർത്തി എഴുതിയതാണ്. എന്നിട്ട് ദൈവം മോശയ്ക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയ പൊട്ടനാണോ ഞാൻ? ഇതൊക്കെ സഭ വെറുതെ പറയുന്നതാണ്. അങ്ങനെ അദ്ദേഹം വിവാഹം കഴിച്ച് പോയി. എനിക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനില്ലേ. പക്ഷെ ഞാൻ തിരിച്ചു വന്ന് നോക്കി, ഹമ്മുറാബിയുടെ നിയമത്തിൻ്റെ മുകളിൽ യേശു ക്രിസ്തുവിൻ്റെ മോശയുടെ നിയമത്തിന് വല്ല വ്യത്യാസവും ഉണ്ടോ? ഒരു ചെറിയ വ്യത്യാസമുണ്ട്.
നിയമലംഘനത്തെ നാം പറയുക തെറ്റ് എന്നാണ്, അഴിമതി എന്നാണ്, അനീതി എന്നാണ്. പക്ഷേ മോശയുടെ നിയമം അനുസരിച്ച് കൽപ്പനകൾ ലംഘിച്ചാൽ അതിനെ പറയുക അനീതി എന്നോ തെറ്റ് എന്നോ അഴിമതി എന്നോ അല്ല, പ്രത്യുത പാപം എന്നാണ്. എന്താണ് അഴിമതിയും തെറ്റും പാപവും തമ്മിലുള്ള വ്യത്യാസം? ഒരേ കാര്യമാണ്. മോഷ്ടിക്കുന്നതിനെ രാഷ്ട്രം പറയുന്നത് തെറ്റാണ്, പക്ഷെ മോഷ്ടിക്കുന്നതിനെ യഹൂദൻ പറയുന്നത് പാപമാണ്. അപ്പോൾ പാപവും തെറ്റും തമ്മിൽ എന്താ വ്യത്യാസം? ഒരേ ഒരു വ്യത്യാസമുള്ളൂ. സങ്കീർത്തകൻ പറയുന്നുണ്ട്, ദൈവമേ അങ്ങേക്കെതിരായി മാത്രം ഞാൻ തെറ്റുകൾ പ്രവർത്തിച്ചു. അപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നവൻ ആ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രശ്നം ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മുറിക്കുന്നു. ആ റിലേഷൻഷിപ്പ്, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന് അറിവല്ല, റിലേഷൻഷിപ്പാണ്. അപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരുവൻ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിക്കുന്നതിലൂടെ സ്വന്തം നാശത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റിൻ്റെ യഥാർത്ഥ ഡയമെൻഷൻ കെടുക്കുന്നത് ആദാം മുതൽ ലോകാവസാനം വരെ ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയവേദനയാണ്. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയവേദന ചരിത്രത്തിൽ ഘനീഭവിച്ചതാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം. അപ്പോൾ ലോകാവസാനത്തിൻ്റെ സമയത്ത് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താലും, ആദം തെറ്റ് ചെയ്താലും, മെത്രാൻ തെറ്റ് ചെയ്താലും, മാർപ്പാപ്പ തെറ്റ് ചെയ്താലും, സ്പിരിച്വൽ ക്രിസ്ത്യാനിറ്റി, സ്പിരിച്വൽ ക്രൈസ്റ്റ്, ആ സംഭവത്തിൻ്റെ ആത്മീയ മാനം എന്ന് പറഞ്ഞാൽ അത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അത് കുരിശുമരണവുമായിട്ട് രൂപാന്തരപ്പെടുന്നു. അപ്പോൾ കുരിശിലെ മരണവും എൻ്റെ പാപവും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. ആ ജോലിയാണ് വിശുദ്ധ പത്രോസ് മറ്റു 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ അപ്പസ്തോലിക് കെരിഗ്മ എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെ പാപത്തിൻ്റെ രഹസ്യം അത് ലത്തീൻ സഭ പഠിപ്പിക്കുന്നതാണ്, മിസ്റ്റീരിയം ഇനിക്വിറ്റി. എന്താണ് പാപത്തിൻ്റെ രഹസ്യം? ഏറ്റവും ആനന്ദകരമായ പാപം എന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം ലത്തീൻ സഭ പറയുകയാണ്, മനുഷ്യൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ആനന്ദകരമായ പാപമാണത്രേ കുരിശുമരണം. എന്താ കാരണം? മനുഷ്യൻ കുരിശിൽ കൊന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ അർത്ഥം എന്താണ്? അതോടുകൂടി മനുഷ്യൻ്റെ പാപം ഇല്ലാതായി. അപ്പോൾ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ടില്ല എന്ന് കരുതുക. അതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, നമ്മൾ നമ്മുടെ പാപത്തിൽ തന്നെ ഇങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവുമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ, അതിനെക്കുറിച്ചുള്ള ധ്യാനമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രം. ആ കേന്ദ്രത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ അറിവാണ് എൻ്റെ പാപവും യേശു ക്രിസ്തുവിൻ്റെ മരണവും തമ്മിൽ ബന്ധമുണ്ട്. ഈ അറിവിലേക്ക് വിശ്വാസികളെ വളർത്താൻ വിശ്വാസത്തിൻ്റെ പാട്രിമണി കൈവശം വെച്ച സഭാ ഹൈറാർക്കിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പരിശോധിക്കാം. അവർ പലരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു പൗലോസ് പറഞ്ഞു, ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ പറയണ്ട എന്ന് തീരുമാനിച്ചു. അതാണ് പ്രിയമുള്ളവരെ, ശരിക്ക് ആ മരണോത്ഥാനവുമാണ് ഒരു വിശുദ്ധ കുർബാന.
അത് രക്ഷാകര രഹസ്യത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ആ വിശുദ്ധ കുർബാനയാണ്. പക്ഷേ ആ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന വ്യക്തികൾക്ക് അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ട എൻ്റെ ശരീരം, വേണ്ടിയല്ല, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ട, ആ വേണ്ടി എന്ന് പറയുന്നത് ഫോർ എന്ന വാക്കിൽ നിന്നാണ്. ഫോർ എന്ന വാക്കിന് ബിക്കോസ് എന്നർത്ഥമുണ്ട്, മൂലം. അപ്പം മനുഷ്യൻ്റെ പാപം മൂലം മരിച്ച യേശുവിനെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതിന് പകരം നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവിനെ. അതായത് എനിക്ക് പകരം വേറൊരാൾ ചെയ്തു, അല്ലല്ലല്ലല്ല. ഇത് ക്രിസ്തീയ ആത്മീയതയുടെ കേന്ദ്രമായിരുന്നു. അതെങ്ങനെയാണ് തെളിയിക്കുക? അതറിയണമെങ്കിൽ കുരിശിൻ്റെ വഴി എന്ന പ്രാർത്ഥനയിലേക്ക് നമുക്ക് ആദ്യം പോകാം. കുരിശിൻ്റെ വഴി എന്ന പ്രാർത്ഥന സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയല്ല. കുരിശിൻ്റെ വഴി വിശുദ്ധന്മാർ വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതിലാദ്യത്തെ വിശുദ്ധൻ ഒരു അൽമായനായ ഫ്രാൻസിസ് അസീസിയാണ്. ആ ഫ്രാൻസിസ് അസീസിയുടെ ഒന്നാം സ്ഥലം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം ഇതൊന്നും ആരും സൂക്ഷിച്ചു വെക്കണില്ല, തലമുറകൾക്ക് കൈമാറുന്നതിൽ യാതൊരു ശുഷ്കാന്തിയുമില്ല. അതിൽ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന എനിക്ക് ലഭ്യമായതിൽ ഇങ്ങനെയാണ്: യേശുവേ, അങ്ങയുടെ മരണത്തിന് കാരണമായ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. പിന്നീട് ക്രിസ്തീയ ആത്മീയതയുടെ ഏറ്റവും വലിയ കേന്ദ്രമായി നിലനിൽക്കുന്നത് അൽഫോൻസൂസ് ലിഗോരി എന്ന വൈദികനാണ്. ഈ ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴി ഉപയോഗിക്കുന്നതിന് മുമ്പ് വരെ അൽഫോൻസൂസ് ലിഗോരിയുടെ കുരിശിൻ്റെ വഴിയാണ് ഉപയോഗിച്ചിരുന്നത്. ആ കുരിശിൻ്റെ വഴിയും ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആരാണ് ആബേലച്ചന് പഴയ വിശ്വാസ ഇതിൽ നിന്നും മാറ്റാൻ, 200 കൊല്ലത്തെ അതിൽ നിന്നും മാറ്റാൻ അനുവാദം കൊടുത്തത്? അതിൽ ശരികളുണ്ടോ തെറ്റുകളുണ്ടോ? അത് സഭയുടെ ഔദ്യോഗികമാണോ അതോ സ്വകാര്യ പ്രാർത്ഥനാ പുസ്തകമാണോ? ഇതൊക്കെ അന്വേഷിക്കണം. അല്ലാണ്ട് അച്ഛന്മാരുടെ പെണ്ണുപിടുത്തോ അച്ഛന്മാരുടെ സാമ്പത്തിക തട്ടിപ്പോ ഒന്നും സഭയ്ക്കൊരു പ്രശ്നമേ അല്ല. 10,000 വൈദികർ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഈ ലോകത്തിൽ അതൊക്കെ നിസ്സാരം. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ ഒറ്റിക്കൊടുത്തില്ലേ എന്ന് പറഞ്ഞാൽ 8%. 12-ൽ 1 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണക്കനുസരിച്ച് 8%. അപ്പോൾ 8% വൈദികർ കുഴപ്പമുണ്ടാകുമെന്ന്, മാർപ്പാപ്പന്മാരും മെത്രാന്മാരും കുഴപ്പമുണ്ടാകുമെന്ന് യേശു അന്ന് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തിരിച്ചു വരാം. അൽഫോൻസൂസ് ലിഗോരിയുടെ കുരിശിൻ്റെ വഴി നിങ്ങൾ പരിശോധിക്കുക. അതിലെ 14 സ്ഥലവും പ്രാർത്ഥന എങ്ങനെയാണ്? യേശുവേ, എൻ്റെ പാപവും അങ്ങയുടെ മരണവും തമ്മിൽ ബന്ധമുണ്ട്. ഞാനാണ് അങ്ങയെ വിധിച്ചത്, ഞാനാണ് അങ്ങയെ വധിച്ചത്, ഞാനാണ് അങ്ങയെ തലയിൽ മുൾമുടി ധരിപ്പിച്ചത്, ഞാനാണ് അങ്ങയെ ചാട്ടുകൊണ്ടടിച്ചത്. എന്നുവെച്ചാൽ എൻ്റെ പാപവും അങ്ങയുടെ കുരിശുമരണവും തമ്മിൽ ബന്ധമുണ്ട്. എൻ്റെ പാപവും അങ്ങയുടെ കുരിശുമരണവും തമ്മിൽ ബന്ധമുണ്ട്. എൻ്റെ പാപവും അങ്ങയുടെ കുരിശുമരണവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഈ കുരിശ് അൽഫോൻസൂസ് ലിഗോരിയുടെ ഈ കുരിശിൻ്റെ വഴി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഏറ്റവും അവസാനം ഉത്തമ മനസ്താപ പ്രകരണം എന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ ഉത്തമ മനസ്താപ പ്രകരണം എന്ന പ്രാർത്ഥന അറിയാവുന്ന വൈദികരുടെയും മെത്രാന്മാരുടെയും സന്യസ്തരുടെയും എണ്ണം വിരലിൽ ഒതുങ്ങുന്നതാണ്. ആ ഉത്തമ മനസ്താപ പ്രകരണമാണ് പഴയ കുരിശിൻ്റെ വഴിയുടെ അവസാനം ചെല്ലുക. പക്ഷെ അത് എനിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നല്ലേ? അത് കാണിച്ചു തരാം, ആ പുസ്തകം പറഞ്ഞു തരാം. ആ അവസാനത്തെ ഉത്തമ മനസ്താപ പ്രകരണം അതിലെഴുതിയിരിക്കുകയാണ്: ഓ യേശുവേ, നീചനായ എൻ്റെ പാപം മൂലമാണ് അങ്ങിൽ കുരിശിൽ മരിച്ചത്. ഞാൻ അതിൽ വേദനിക്കുന്നു, മനസ്തപിക്കുന്നു. ഇനിമേലിൽ പാപം ചെയ്യുകയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നരകത്തിൽ പോകുമെന്നുള്ള പേടി കൊണ്ടുമല്ല,
സ്വർഗം കിട്ടുമെന്നുള്ള സന്തോഷം കൊണ്ടുമല്ല. ഞാൻ നീ എന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം തെറ്റുകൾ ചെയ്യുന്നത് വഴി മുറിച്ചുലോ എന്ന ഏകവേദനയിന്മേലാണ്. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉത്തമ മനസ്താപ പ്രകരണം ചൊല്ലിപ്പഠിപ്പിക്കാൻ കഴിഞ്ഞ 50 കൊല്ലത്തിനുള്ളിൽ ആരാണ് കേരളത്തിലെ വിശ്വാസ പൈതൃകം കൈവശമാക്കിയവർ ചെയ്തിട്ടുള്ളത്? ഇനി ആ പഠിപ്പിക്കുന്നത് തെറ്റാണോ? എങ്കിൽ എന്തിനാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർത്താവും ജീവദാതാവും എന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു ഉത്തമ മനസ്സ്, ഈ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ വീണ്ടും പഴയ കാലത്ത് ചൊല്ലിയിരുന്ന പ്രാർത്ഥനകളിൽ അവസാന അപേക്ഷ എന്ന് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇത് തന്നെയാണ്. എന്താണ്? പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ പുത്രനെ വധിക്കുമ്പോൾ എൻ്റെ പാപം മൂലമാണ്. അപ്പോൾ അങ്ങേക്കുണ്ടായ മനസ്സിലോ വാക്കിലോ അടങ്ങാത്ത വ്യഥ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ പുത്രനെ കൊല്ലുമ്പോൾ അമ്മ അനുഭവിച്ച ദുഃഖത്തിന് ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. ഇതെവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്? 100 വർഷം മുൻപ് എൻ്റെ പിതാമഹന്മാരുപയോഗിച്ചിരുന്ന പ്രാർത്ഥനാ പുസ്തകം പല വീടുകളിലും കത്തിച്ച് കളഞ്ഞു. എൻ്റെ ശ്രദ്ധ കൊണ്ടല്ല, എന്തോ ദൈവാനുഗ്രഹത്താൽ അതെൻ്റെ കയ്യിലുണ്ട്. ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ എല്ലാ പ്രാർത്ഥനകളുണ്ട്. അത് എൻ്റെ അപ്പൻ്റെ അമ്മ നിരന്തരം ഇരുന്ന് ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ അമ്മ ഡെയിലി കാലത്ത് തൊട്ട് വേറെ പണിയൊന്നുമില്ല. കാരണം അതിന് വയസ്സായി. കൊന്ത ചെല്ലും, ഈ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ ചെല്ലും. അതിലെ കുരിശിൻ്റെ വഴിയും ഉത്തമ മനസ്താപ പ്രകരണവും അവസാന അപേക്ഷയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി അത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിന്നീട് അത് ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൽ ഞാനത് പരിഷ്കരിച്ചത് കണ്ടു. ഇനി തൃശ്ശൂർ രൂപതയുടെ ബസിലിക്ക പള്ളിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്ന് കുരിശിൻ്റെ വഴി എടുത്തു മാറ്റി. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ഉത്തമ മനസ്താപ പ്രകരണം എടുത്തു മാറ്റിയിട്ടില്ല, അവസാന അപേക്ഷ എടുത്തു മാറ്റിയിട്ടില്ല. എന്നാൽ അവസാന അപേക്ഷയും ഉത്തമ മനസ്താപ പ്രകരണം ഒഴിച്ചുള്ളതൊക്കെ മാറ്റി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനാ പുസ്തകങ്ങൾ എല്ലാതും ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളാണ്. അതിലൊന്നും ഉത്തമ മനസ്താപ പ്രകരണമില്ല. നിങ്ങൾക്ക് ആ പ്രാർത്ഥന പോലും ലഭിക്കില്ല. ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രിയമുള്ളവരെ, കരിഗ്മ ധ്യാനിക്കുക, അപ്പസ്തോലന്മാരുടെ ആദിമ പ്രഘോഷണം ധ്യാനിക്കുക എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ നമ്മുടെ ദൗത്യമാണ്. മാർപ്പാപ്പ പറയുന്ന ആ വാക്കിനെ അർത്ഥം അറിയാണ്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കില്ല വേണ്ടത്. ആ വാക്കിൻ്റെ അർത്ഥത്തെ വിശ്വാസികൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അപ്പോൾ അൽഫോൻസൂസ് ലിഗോരി മുതൽ ആ പ്രാർത്ഥനാ പുസ്തകം എങ്ങനെ കേരളത്തിലെത്തി? അത് മിക്കവാറും എനിക്കറിയില്ല, അത് ഇറ്റാലിയൻ മിഷണറിമാരിലൂടെ ആയിരിക്കണം, കർമ്മലീത്ത മിഷണറിമാർ. ആ പ്രാർത്ഥനാ പുസ്തകം പിന്നീട് CMI സഭ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സഭയ്ക്ക് ഔദ്യോഗികമായി ഒരു പ്രാർത്ഥനാ പുസ്തകം ഇല്ല. എൻ്റെ മോനെ, ലക്ഷ്യം എൻ്റെ ഇതാണ്. എന്താണ്? നീയും പിതാവായ ദൈവവുമായിട്ട് സംസാരിക്കണം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കയറി വരില്ല. അതാണ് യേശു ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത്. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറിത്തരുന്നത്. അതാണ് അൽഫോൻസൂസ് ലിഗോരി ചെയ്യാൻ ശ്രമിച്ചത്. അതാണ് വിശുദ്ധന്മാർ ചെയ്യാൻ ശ്രമിച്ചത്. അത് സഭ ചെയ്യുന്നില്ല എന്നാണ് ബൾട്ട്മാൻ ആരോപിച്ചത്. അതാണ് ജോൺ പോൾ രണ്ടാമൻ സ്വന്തമായി സ്വീകരിച്ച് കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെ പ്രബോധനങ്ങളുടെ ഭാഗമാക്കിയത്. പക്ഷെ അത് നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത കാരണം അതൊക്കെ ഒഴിവാക്കി ഇപ്പോൾ മതബോധനവും വിശുദ്ധ കുർബാനയുമായിട്ട് ഒതുങ്ങിപ്പോയി. അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതിന് മുൻപ്
വ്യക്തിപരമായി ഞാൻ ധ്യാനിക്കണം. ആ ധ്യാനിക്കേണ്ട പ്രാർത്ഥനയൊക്കെ സഭ പൈതൃകമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് 3 നേരം കർത്താവിൻ്റെ മാലാഖ ചൊല്ലണം, ത്രിസന്ധ്യാജപം. നമ്മളിവിടെ ഇരുന്ന് മുസ്ലിമുകളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ 5 നേരം നിസ്കരിക്കുന്നു. അവരുടെ ഓരോ നിസ്കാരവും എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയോ? എടാ പൊട്ട ഫ്രാൻസിസേ, 3 നേരമെങ്കിലും നിനക്ക് ത്രിസന്ധ്യാജപം ചൊല്ലിക്കൂടെ? അത് കേൾക്കാൻ തയ്യാറില്ലാത്ത ക്രൈസ്തവരാണ്, മുസ്ലിമുകളാണ് ലോകത്തെ നശിപ്പിക്കുന്നതെന്ന ചീത്ത പറയുന്നതിൽ 90%. ഇതെൻ്റെ ഒരു ആരോപണമാണ്, സത്യമല്ല, അഭിപ്രായമാണ്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാകാം. ഇത് ഔദ്യോഗിക പ്രബോധനമൊന്നുമല്ല. അപ്പോൾ എന്താണ് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥനയിലുള്ളത്? സർവേശ്വര പിതാവായ ദൈവമേ, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും മുഖേന നീയുമായിട്ട് അനുരഞ്ജിക്കാൻ സഹായിക്കണേ. ഇനി നമുക്ക് ജപമാലയുണ്ട്. നമ്മുടെ വിചാരം ജപമാല എന്ന് പറഞ്ഞാൽ മാതാവിനോട് അനുഗ്രഹം കിട്ടാനുള്ള പ്രാർത്ഥനയാണെന്നാണ്. ജോൺ പോൾ രണ്ടാമൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാതാവിനോട് ഉള്ള അപേക്ഷയല്ല, മാതാവിനോടൊപ്പം യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധ്യാനമാണ് ജപമാല. മാതാവ് അനുഭവിച്ചത് മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അത് മാതാവ് പറഞ്ഞിട്ടാണ് വത്സല ശിഷ്യന്മാർ തിരിച്ചറിയുന്നത്. അതാണ് അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു എന്നെങ്ങനെ തിരിച്ചറിയുക? അത് ഒതൻറ്റിക് സ്റ്റേറ്റ്മെൻ്റ് ആവണമെങ്കിൽ, അത് ചരിത്രപരമായ സ്റ്റേറ്റ്മെൻ്റ് ആവണമെങ്കിൽ മറിയം തന്നെ പറയണം. അപ്പോൾ 3 നേരം ആ പ്രാർത്ഥന ധ്യാനിക്കണം. ഈ ജപമാലയിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ജീവിതം ധ്യാനിക്കണം. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നാം തിരിച്ചറിയണം, എൻ്റെ പാപം മൂലം മരിച്ച യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. സന്തോഷപ്രദമായ പാപമേ, ഞാൻ ബാക്കി ഏത് പാപം ചെയ്താലും അതിൻ്റെ അനന്തരഫലം നിലനിൽക്കും. ഈ പാപം ചെയ്തിട്ട് മാത്രം മരണം നിലനിന്നില്ല. ഈ ഒരു രഹസ്യത്തിലേക്ക് ധ്യാനിക്കുക എന്നതാണ് കെരിഗ്മ. അതിന് പകരം ഇപ്പോൾ നമ്മൾ ഒരു കുരിശിൻ്റെ വഴി ചൊല്ലുന്നുണ്ട്, അൽഫോൻസോസ് ലിഗോരിയുടെ. ഇത് ആബേലച്ചനോടുള്ള ഒരു വിമർശനമായിട്ട് കണക്കാക്കരുത്. കാരണം ആബേലച്ചൻ്റെ പാട്ടുകളെ പോലും രഹസ്യമായിട്ട് ചില പള്ളികളിൽ നിരോധിക്കുന്നുണ്ട്. ആബേലച്ചൻ്റെ പാട്ട് എന്താണ്? ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ എന്ന് പാടിയിട്ട് അവസാനം കൊണ്ടെത്തിക്കുകയാണ് ഹൃദയമാണ് ഈശ്വരൻ്റെ ദേവാലയം, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. ഈ പാട്ട് പാടിയതിനെ പള്ളിയിൽ നിന്ന് വികാരിയച്ഛനാൽ ശാസിക്കപ്പെട്ട പാട്ടുകാരുണ്ട്. അവനതോടുകൂടി പള്ളിയിൽ പോകുന്നത് നിർത്തി, കുർബാന കാണും, പാട്ടുപാടലും നിർത്തി. ഇത് ആബേലച്ചനെ എവിടെ നിന്ന് കിട്ടിയത്? ഇത് സെൻ്റ് അഗസ്റ്റിൻ്റെ കൺഫെഷൻസിലെ ഒരു അധ്യായത്തിലുള്ള ഒരു ഭാഗത്തിനെയാണ് ആബേലച്ചൻ ഇത് കൺവെർട്ട് ചെയ്തത്. സെൻ്റ് അഗസ്റ്റിൻ ചോദിക്കുക, കടലിനോട് ഞാൻ ചോദിച്ചു നീയാണോ ദൈവം? കടൽ പറഞ്ഞു അല്ല. കാറ്റിനോട് ചോദിച്ചു നീയാണോ ദൈവം? അല്ല. നക്ഷത്രങ്ങളോട് ചോദിച്ചു നീയാണ് ദൈവം? അല്ല. അവസാനം സെൻ്റ് അഗസ്റ്റിൻ അടുത്ത ചാപ്റ്റർ എഴുതി, ഉള്ളിലേക്ക് നോക്കിയാൽ. അപ്പം ഇതൊക്കെ ക്രിസ്ത്യാനികളെ ഇടയ്ക്ക് വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പക്ഷേ ഈ ആബേലച്ചനാണ് നമ്മുടെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത്. എല്ലാം ശരിയാണ്, മനോഹരമായ ഗാനങ്ങൾ. പക്ഷെ കുരിശിൻ്റെ വഴി രൂപപ്പെടുത്തിയപ്പോൾ അതിൽ മനുഷ്യൻ്റെ പാപവും യേശു ക്രിസ്തുവിൻ്റെ മരണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രാർത്ഥനകൾ 1 2 ഭാഗത്തേക്കായി ഒതുക്കി. ബാക്കിയുള്ളതെല്ലാം ഓ യേശുവേ നിന്നേക്കാൾ വലിയ വേദനയാണ് ഞാൻ സഹിക്കുന്നത്, ഓ യേശുവേ
നിന്നേക്കാൾ വലിയ വേദനയാണ് ഞാൻ സഹിക്കുന്നത് എന്നാക്കി പ്രാർത്ഥന മാറ്റിയപ്പോൾ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന്, കെരിഗ്മയുടെ ധ്യാനത്തിൽ നിന്ന് മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥന തെറ്റായ പ്രാർത്ഥനയാണ്. ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴിയിലെ അവസാനത്തെ പ്രാർത്ഥന ദൈവശാസ്ത്രപരമായി തെറ്റായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? ഓ പിതാവായ ദൈവമേ, നിൻ്റെ പുത്രൻ അനുഭവിച്ച പീഡകൾ നിനക്ക് സന്തോഷം നൽകുന്നുവല്ലോ. ഇത് സാറ്റിസ്ഫാക്ഷൻ തിയറി എന്ന് പറഞ്ഞ് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ദൈവശാസ്ത്ര സമീപനാണ്. മനുഷ്യൻ്റെ പാപം കണ്ട് ദൈവം ഇങ്ങനെ കോപത്താൽ എന്നുകൊണ്ട് അലറി നടക്കുകയാണ്. അങ്ങനെ കോപത്താൽ അലറുന്ന ദൈവത്തിന് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് ഒരു 4 ഇടി കിട്ടിയപ്പോൾ ആ കോപം ഒന്ന് ശമിച്ച് സന്തോഷമായി. അങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് കോൺഷ്യസ് ആയിട്ട് പഠിക്കുകയും അൽഫോൻസോസ് ലിഗോരിയുടെ കുരിശിൻ്റെ വഴിയും ആബേലച്ചൻ്റെ ധ്യാനാത്മകമായ പാട്ടുകളും ഉൾച്ചേർത്ത് അപ്പസ്തോലിക് കെരിഗ്മ, അപ്പസ്തോലന്മാരുടെ ആദ്യ പ്രഘോഷണത്തിൻ്റെ ചൈതന്യത്തിലുള്ള ഒരു ആത്മീയതയിലേക്ക് വളർത്താൻ വൈദികരെ ശ്രമിക്കുന്നില്ല എന്നതാണ് വൈദികർക്കെതിരായ എൻ്റെ ഒരു പരാതി. എങ്കിലും ഞാൻ അവരെ സ്നേഹിക്കുന്നു. കാരണം കത്തോലിക്ക സഭയിൽ അംഗമാകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നന്മയിലും തിന്മയിലും ഞാൻ ആ സഭയെ സ്വീകരിക്കുന്നു. സഭയുടെ കുറവുകൾ ഭൗതികമല്ല, ആത്മീയമാണ്. അതുകൊണ്ട് സഭ മുൻകാലങ്ങളിൽ നൽകിയിട്ടുള്ള പാട്രിമണിയെ, പിതൃസ്വത്തിനെ, ആത്മീയ പിതൃസ്വത്തിനെ വളർത്തി കൈമാറ്റം ചെയ്യുക. ഇത് സീറോ മലബാർ സഭയെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു വലിയ വൈകല്യം ഇത് ലത്തീൻകാർ ഡെവലപ്പ് ചെയ്തതാണ് എന്ന് പറയുന്നൊരു മനോഭാവമാണ്. അത്തരം സങ്കുചിതമായ ചിന്തകളിൽ നിന്ന് മാറാനും ലത്തീൻ സഭയായാലും ഹിന്ദു മതമായാലും ഏതൊരു മതത്തിനും ഏതൊരു നിസ്സാര ഭിക്ഷക്കാരനും പറയാനുള്ളത് എൻ്റെ വിശ്വാസത്തെ വളർത്താൻ തക്കവിധം ഉപകരിക്കുന്നതാണോ എന്ന വിധത്തിൽ കേൾക്കുന്നതാണ് സിനഡാലിറ്റി. അല്ലാതെ മീറ്റിംഗ് കൂടി എല്ലാവരും പറയാനുള്ളത് പറഞ്ഞ് ചായ കുടിച്ച് എഴുതിയ നോട്ടൊക്കെ കീറിക്കളഞ്ഞ് അടുത്ത മീറ്റിങ്ങിലേക്ക് പോകുക എന്നതല്ല സിനഡ് എന്ന് നാം തിരിച്ചറിയണം. ഇതാണ് ക്രിസ്തീയ ആത്മീയതയെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ളത്.